നമ്മൾ ഇന്നും ആ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ്റെ പേരോർക്കാൻ കാരണം എന്താണ്? അദ്ദേഹം സത്യദൈവത്തിന് വേണ്ടി ഒരു സ്വരം കേട്ട് കണ്ടിട്ടില്ല, ഇറങ്ങിത്തിരിച്ച്. എത്ര വലിയ കാര്യമാണ്! അതുകൊണ്ട് ദൈവം അസാധ്യ കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമാക്കി. അതുകൊണ്ട് നമ്മൾ ആശീർവദിക്കുന്നതിന് അസാധ്യ കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലും അബ്രഹാമിന് കിട്ടിയതുപോലെ കിട്ടും, നീ ഈ വിശ്വാസത്തിലാണെങ്കിൽ. അത് കഴിഞ്ഞോ? ഇതവിടുന്ന് അവർ നടന്ന് മെസപ്പൊട്ടോമിയായി വന്ന് താമസിച്ചു. നോക്കിയപ്പോൾ മൊത്തം മരുഭൂമിയാണ്. ഉടനെ ദൈവം പറഞ്ഞു, ഇനി ബാക്കി വായിച്ചേ. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. കാനാനിലേക്ക് പൊക്കോ. കാനാനിൽ പോണോ? ഇനി എന്നാ പോയേക്കാം, ദൈവം പറഞ്ഞല്ലേ. കാനാനിലേക്ക് വിട്ടു. മെസപ്പൊട്ടോമിയ പോലെ തന്നെയാണ് അവർ കാനാനെ കണ്ടത്. പക്ഷേ കനാൻ ദേശത്ത് ചെന്നപ്പോൾ പ്രത്യേകത എന്താണ്? ചെന്ന് കഴിഞ്ഞ് മണ്ണ് മാന്തി നോക്കിയപ്പം ഏതാണ്ട് തിളങ്ങുന്നു. പിള്ളേർ മണ്ണും വാരി വെച്ച് നേരെ കൊണ്ടുവന്ന അച്ചായ എന്നാ അച്ചായ ഈ മണ്ണിങ്ങനെ തിളങ്ങുന്നുണ്ടല്ലോ, എന്നതാ? ചായൻ സൂക്ഷിച്ചു നോക്കി. എടാ ഇത് സ്വർണ്ണാടാ, ഇത് എവിടുന്നാണ് കിട്ടിയത്? അതപ്പുറത്തെ ആ മലയുടെ അവിടെ പോയി ഞങ്ങൾ ചുമ്മാ കുഴിച്ചപ്പോൾ കിട്ടിയതാ. എല്ലാവരും അങ്ങോട്ട് ചെന്നപ്പം സ്വർണം കുഴിച്ചെടുക്കുന്നു. കുറേ പിള്ളേർ പോയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറേ തേനീച്ചെല്ലാം കൂടെ പറന്നു പോകുന്നു. ഏതാണ്ടൊരു സാധനം ഇരിക്കുന്നു. നോക്കിയപ്പോൾ തേൻ. ചുറ്റുപാടൊക്കെ പ്രശ്നമാണെങ്കിൽ ഇവിടെയൊക്കെ ഇച്ചിരി പച്ചപ്പൊക്കെ ഉണ്ട്. പശുവിനെ വളർത്തിയപ്പോൾ ഇഷ്ടം പോലെ പാല്. എന്നത്തെ തൊട്ടാലും അതെല്ലാം സക്സസ്. ഇതാണ് കനാൻ. ഒരു ദൈവ പൈതൽ ദൈവവചനം സ്വീകരിച്ച ശേഷം അയാൾ പോയി തൊടുന്നതെല്ലാം അനുഗ്രഹമായി മാറും. അയാൾക്ക് പരാജയമുണ്ടായാൽ അതുകൂടി അനുഗ്രഹമായി മാറും. ഇതാണ് കനാൻ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് പറുദീസ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് ദൈവരാജ്യ അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിലേക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാറാൻ പറ്റും. യാത്ര ചെയ്യുക പോലും ചെയ്യേണ്ട. യാത്രയെന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്കുള്ള ചെറിയ വഴിമാറൽ മാത്രം മതി. ഒരു ജീവിതയാത്ര, ചില വഴിമാറി യാത്ര ചെയ്താൽ മതി. ഈ അനുഗ്രഹം നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ കിട്ടും. ഇരിക്കുന്നിടത്ത് തന്നെ അനുഗ്രഹം കിട്ടും. ഈ അടുത്ത കാലത്ത് കൊറോണ വന്നു. ആ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ കടബാധ്യത വന്ന് മുടിഞ്ഞ്. അപ്പോൾ പുള്ളി ആത്മഹത്യ ചെയ്തേക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് പുള്ളി ധ്യാനം കൂടാൻ പോയി. ധ്യാനഗുരു അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഇനി എങ്ങും പോകണ്ട, ഇവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കോളാം. അയാൾ ഇടയ്ക്ക് വീട്ടിൽ വരും, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പോകും. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന, ലോകത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ആത്മാർത്ഥമായി പുള്ളി അങ്ങ് നടത്തി. അപ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് ചുമ്മാ ഒരു തോന്നൽ, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, എന്നാൽ പിന്നെ 2 ചെടി വെച്ചേക്കാം. ആളുകൾ ചെടി വഴി തുടങ്ങി. അപ്പോൾ ഈ ചെടി വളർത്തുന്ന സമയമായപ്പം ചെടിച്ചട്ടി കിട്ടാനില്ലാതെ. അപ്പോഴാണ് ഈ പുള്ളി എന്ത് ചെയ്ത്, ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് പുള്ളി ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു ചെറിയ പരിപാടി ആരംഭിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ആരാണ്ട് എന്ന് വീഡിയോയിലെടുത്ത് ഇത് പബ്ലിക് ചെയ്തു. 4 സൈഡിൽ നിന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇയാളുടെ ഫാക്ടറിയിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി ചെടിച്ചട്ടി മേടിക്കുക. ഇതാണ് കൊറോണ കാലത്ത് എല്ലാവർക്കും മരുഭൂമി അനുഭവം ഉണ്ടായപ്പോൾ ദൈവം മരുഭൂമിയുടെ മധ്യത്തിൽ കനാൻ ദേശം ഉയർത്തി. ഇത് നമുക്കുണ്ടാവും. പക്ഷേ ഈ ഇരുന്നാൽ ഇങ്ങനെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ഇവിടുന്ന് എഴുന്നേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങണം, പാപങ്ങൾ ഏറ്റുപറയാൻ തുടങ്ങണം, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കണം, ദൈവത്തെ മാത്രം നോക്കി യാത്ര ചെയ്യണം വിശ്വസിച്ച്. അങ്ങനെയുള്ളവർക്ക് മാത്രം കിട്ടുന്ന കൃപയാണ് ഞാനീ പറയുന്നത്. സന്ധ്യയാവുമ്പോൾ മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് ബാക്കിയെല്ലാം പുസ്തകമൊക്കെ അടച്ചു പോയി നമുക്ക് നമ്മുടെ സത്യദൈവത്തെ ആരാധിക്കാം. അവൻ വന്നിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെ എന്ത് ചെയ്യണമെന്നറിയോ? അവനെ ഞായറാഴ്ച രാവിലെ കൂട്ടിക്കൊണ്ട് നേരത്തെ പള്ളി നിർത്തണം. കുർബാന കഴിയുമ്പോഴത്തേനും നേരത്തെ നിർത്തി കുർബാന അനുഭവിപ്പിക്കണം. അപ്പോഴാണ് കനാൻ ദേശം നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകുന്നുള്ളൂ, 100% ഉറപ്പാണ്. നശിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് നശിക്കുകയല്ല, ഇങ്ങനെ ഈ വിഷമവും പ്രയാസവും ആയിട്ട് ഇങ്ങനെ ബിസിനസ്സും പൊട്ടി ഉള്ള കാശും സ്ഥലം ജപ്തിയായി ഇങ്ങനെ അങ്ങ് നടക്കാം. കർത്താവിൽ ആശ്രയിച്ചാലോ കഴുകനെ പോലെ ശക്തി പ്രാപിക്കും, ചിറകടിച്ചു വരും, ഓടിയാൽ തളരില്ല, വീണ പരിക്കും പറ്റുകയില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറുമെന്ന് പറഞ്ഞാൽ മാറും, ഉറപ്പായിട്ട് മാറും. പക്ഷേ കർത്താവിനെ അന്വേഷിച്ച് പോകണം. ഞങ്ങളിവിടെ അടുത്ത കാലത്ത് ഒരു അച്ഛന്മാരുടെ ധ്യാനം നടത്തി. സത്യത്തിൽ ഈ കുപ്പായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ചോദിച്ചു.
ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു പുരോഹിതൻ ബിഷപ്പ് വിളിക്കുന്നതാണ്, പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു, അകത്തോട്ട് കയറ്റി. എന്നിട്ട് ഈ കുപ്പായ ഇടിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടു. അങ്ങനെയാണെങ്കിൽ ഈ കുപ്പായ എന്തിൻ്റെ അടയാളമാണ്? പരിശുദ്ധാത്മാവിൻ്റെ അടയാളം. നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരൊറ്റ പോക്ക് പോയി. നിങ്ങൾ അച്ഛന്മാരാണ്, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവായിട്ട് നിങ്ങൾ വർത്തമാനം പറയണം. അപ്പോൾ അവരിങ്ങനെ ഇത് ശ്രദ്ധിച്ചപ്പം ശരിയാണ്, ഏതാണ്ടൊക്കെ തോന്നൽ പോലെയൊക്കെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തോന്നലാണെങ്കിലും അങ്ങ് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് മക്കളില്ലാത്ത ഒരു അച്ഛനുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നീട് വന്നപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നൽകിയ കാര്യങ്ങൾ പറ. ഉടനെ അച്ഛൻ എഴുന്നേറ്റ് നിന്ന് അവർ ലീഡർ അച്ഛൻ പറഞ്ഞു, മക്കളില്ലാത്ത ഒരച്ഛന് കുട്ടിയെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നിയല്ലോ, അപ്പം നിങ്ങൾ ഇനി ഇതുപോലെ ദൈവസ്വരം കേൾക്കണമെന്ന് പറഞ്ഞ് ധ്യാനമൊക്കെ നടത്തി അവരെ വിട്ടു. ഇന്നലെയും പിന്നെ ഞാൻ ആ അച്ഛൻ എന്നെ വിളിച്ചു. 4-5-6 വർഷമായിട്ട് കുട്ടികളില്ല. അച്ഛൻ പറഞ്ഞു, ധ്യാനത്തിനിടയിൽ നമുക്ക് സന്ദേശം കിട്ടിയല്ലോ, ഒരു കുഞ്ഞിനെ തരുമെന്ന്. പോസിറ്റീവാണ്, ഉണ്ടാകാൻ സാധ്യതയില്ലായിരുന്നു. ദൈവം കുഞ്ഞിനെ തന്നിരിക്കുന്നു. ഡോക്ടർ പരിശോധിച്ച് നോക്കി, പോസിറ്റീവാണ്. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അസാധാരണമായി ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ടാകും. ഒന്നല്ല, ഒത്തിരി മനുഷ്യർക്കുണ്ടായിട്ടുണ്ട് അസാധാരണമായ ദൈവത്തിൻ്റെ ഇടപെടൽ. ഇനി ബാക്കി വായിച്ചേ. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും ധാരാളം സ്വർണവും വെള്ളിയും എല്ലാം കൂടി കിട്ടിയിട്ട് ഇസ്രായേൽ ജനം പണവും സ്വത്തും വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നല്ല അഹങ്കാരികളായി മാറി. നമ്മളെ സുറിയാനി ക്രിസ്ത്യാനികളെ പോലെ. ഒരെളിമയിൽ നമുക്ക് ഒരു പെങ്കൊച്ച് ഇവിടെ നിന്ന് വിദേശത്ത് പോയി. അവർ പള്ളി തപ്പി 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 അവസാനം പള്ളി കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പം ആദ്യമായിട്ട് ചെല്ലുക. അപ്പോൾ നമ്മുടെ ആളുകളൊക്കെ യൂറോപ്പിൽ പോയതിൻ്റെ IELTS പഠിച്ച് യൂറോപ്പിൽ പോയതിൻ്റെ ഗമയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുന്ന് കുറേ ഡ്രസ്സും സാരിയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് പുറത്തൊന്നും ഇടാൻ പറ്റുകയില്ല, അതുകൊണ്ട് അതെല്ലാം ഇട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. ആ പെങ്കൊച്ച് പറയായിരുന്നു, കുർബാന കഴിഞ്ഞു, ഞാൻ എല്ലാവരുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. അവരവരുടെ ഇതിലുള്ള ആളുകളോടല്ലാതെ ഒന്നും നോക്കുക പോലും ചെയ്തില്ല. ഞാനെങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചു. ഇങ്ങനെ എല്ലാം വെച്ചു ഇളിക്കുക. നമ്മളൊക്കെ ചിരിക്കുമ്പോൾ എങ്ങനെയാണ്? ആ ചിരി കാണുമ്പോൾ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റണം, അത്ര സൗഹൃദമായിരിക്കണം. ഇത് ഇളി. അവൾ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിറ്റേ ഞായറാഴ്ച ഞാൻ പോയില്ല. എൻ്റെ കൂട്ടുകാരി അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങളങ്ങോട്ട് ചെല്ലുകയും അവിടുന്ന് ഒരു പുള്ളിക്കാരത്തി വന്നു വെച്ച് കെട്ടി അങ്ങ് പിടിച്ച്, വാ കയറി വന്നു. എവിടെയാ വീട്? അടുത്ത ഞായറാഴ്ച മരണം കേട്ടോ. ആ ആഴ്ച ഒരു 5 ഫോൺ വന്നു. ഭക്ഷണം കഴിച്ചോ, സുഖമായിട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 ഫോണൂടെ. ഞാൻ പിന്നെ ഫ്രീക്വൻ്റായിട്ട് ഇപ്പോൾ അവിടെ പോകുന്നത്. സഭ വിട്ട് ജനം പോകുന്നതിൻ്റെ കാര്യം മനസ്സിലായി. നമ്മുടെ അഹന്ത. ഈ അഹന്തയെന്ന് ക്രിസ്ത്യാനികൾ താഴെ ഇറങ്ങാത്തടത്തോളം കാലം നമ്മൾ ആരും രക്ഷപ്പെടുകയില്ല. സഭ വളരത്തില്ല. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച പള്ളിയിൽ വന്നു കഴിയുമ്പോൾ അപരിചിതരായ ആരെങ്കിലും കണ്ടു, എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചുമ്മാ അങ്ങ് ചോദിച്ചേക്കണം. ചിലപ്പം വല്ല വിഷമമായിട്ടിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ധ്യാനത്തിന് വരുന്നൊരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും പറയും, നമ്മൾ യേശുവിനെ എല്ലാവർക്കും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരത്തി ഒരു ദിവസം ബസ്സിലിരിക്കുമ്പോൾ കൂടെ ഒരു പെങ്കൊച്ചിരിക്കുന്നു. മോൾ എങ്ങോട്ടാന്ന് ചുമ്മാ ചോദിച്ചതാ. ഇത് ചോദിക്കുകയും പുള്ളിക്കാരത്തിയുടെ കണ്ണങ്ങ് നിറഞ്ഞു. ഉടനെ ഈ പുള്ളിക്കാരത്തി എന്ത് ചെയ്ത്, ഈ ചുമ്മാ കൈ ഇട്ടിട്ട് എന്ത് ചെയ്ത്, ഇങ്ങനെ കമ്പിയാ പിടിച്ചിരിക്കുകയായിരുന്നു. ചുമ്മാ തോളയിലോട്ടൊന്ന് കൈ വെച്ച് ഉടനെ പടപടപടപടന്ന് കണ്ണുനീര് താവിട്ട്. ഉടനെ ഈ ആൻറ്റി ഒരു ചോദ്യം, എന്നാ പറ്റിയടി? ആ ചോദ്യത്തിൽ അവൾ പറഞ്ഞു, ആൻറ്റി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് നടത്തിയ യാത്രയായത്. പിന്നെ പുള്ളിക്കാരത്തി എന്ത് ചെയ്യാണ്, ഞാനിവിടെ സ്ഥിരം പ്രസംഗമല്ലേ, എൻ്റെ പ്രസംഗത്തിൻ്റെ അറ്റവും മുറി എല്ലാം കൂടെ ഓരോന്ന് വെച്ച് ഒരു കീറ്. ആ പെണ്ണിനെയും കൊണ്ട് പുള്ളിക്കാരത്തി ഇവിടെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് ചെയ്ത് കുമ്പസാരിപ്പിച്ച് ധ്യാനവും കൂടിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ആ പെണ്ണ് കടന്നുപോയി. ഒറ്റ വാക്ക്. നമുക്ക് ദൈവം എന്തിനാ നാവിനെ നൽകിയത്? നമുക്കെന്തിനാ ദൈവം വ്യക്തിത്വം നൽകിയത്? എത്ര പേരെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. നമ്മൾ നോക്കിയോ? നമ്മൾ ഗമേലിങ്ങനെ നടന്നു. അപ്പോൾ
അങ്ങനെ ഇസ്രായേൽ ജനം വളരെ സമൃദ്ധിയുടെ മധ്യത്തിൽ സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ജീവിച്ചു. ഇനി വായിച്ചേ. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ. അപ്പോഴാണ് കാനാനിൽ ക്ഷാമം ബാധിച്ചു. ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പെണ്ണ് ഒരു ചോദ്യം എന്നോട്, അപ്പോൾ ഈ ദൈവം പരിപാലിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ക്ഷാമം ഉണ്ടായത്? ദൈവമല്ലേ കനാനി വന്ന് താമസിക്കാനുള്ളത്? ഈ ഭൂമുഖം മുഴുവൻ സൃഷ്ടിച്ച ദൈവമല്ലേ? അപ്പം പിന്നെ കനാനിൽ ക്ഷാമം ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായത്? ഒറ്റ ചോദ്യം. ഞാൻ പറഞ്ഞു നാളെ പറയാവുന്നു. ഞാൻ വേദപുസ്തകം എടുത്ത് വീണ്ടും വായിച്ച് എങ്ങനെയാണ് കനാനിൽ ക്ഷാമം ഉണ്ടായത്. അപ്പോൾ എനിക്ക് കനാനിൽ മാത്രമല്ല പലയിടത്തും പല ക്ഷാമം ഉണ്ടാകാനുള്ള കാരണം മനസ്സിലായി. എന്താ സംഭവം എന്നറിയോ? ഇസ്രായേൽ ജനം ഇങ്ങനെ ജീവിക്കുന്ന കാലത്താണ് എന്ത് ചെയ്യുന്നത്? ജോസഫ് എന്നൊരു പയ്യൻ ജനിച്ചത്. ഈ ജോസഫ് എന്ന് പറയുന്ന പയ്യന് നമ്മൾ ഓർത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ 3 പിള്ളേരുണ്ടെങ്കിൽ അതിൽ ഒരുത്തന് ദൈവവിളി ഉണ്ടാകും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്പർശനം അവനുണ്ടാകും. അതിന് കാരണവും കാണും. കാരണം എന്തെങ്കിലും പ്രത്യേക പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കെ വളർന്നു വരുന്നവരായിരിക്കും. അപ്പം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനായിരിക്കും. ചിലപ്പോൾ പ്രസവിക്കാൻ നേരത്തെ ചാകാൻ പോയതായിരിക്കും. അപ്പം അമ്മ നെഞ്ചത്തലച്ച് അപ്പം ദൈവം എന്ത് അവനെ സ്പർശിക്കും. അങ്ങനെയായിരിക്കും അവൻ ജീവൻ പ്രാപിച്ചത്. ദൈവത്തിൻ്റെ ദാനമായിരിക്കും അത്. മരിക്കാൻ പോയതായിരിക്കാം, വെള്ളത്തിൽ വീണ് ചാകാൻ പോയതായിരിക്കും, ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കാൻ പോയതായിരിക്കാം, ബാലാരിഷ്ടത തീർന്നു പോകേണ്ടതായിരുന്നു. ദൈവം തൊട്ട് രക്ഷപ്പെട്ട കേസായിരിക്കും. നമ്മളതങ്ങ് മറക്കും, ദൈവം മറക്കുകയില്ല. അതാ പ്രത്യേകത. ദൈവം തിരഞ്ഞെടുത്ത, ദൈവം കൊടുത്തതൊന്നും ദൈവം മറക്കുകയില്ല. നമ്മളോ കിട്ടിയത് അന്നേരം അങ്ങ് മറക്കും. നമ്മുടെ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. മനുഷ്യൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ജോസഫിന് അങ്ങനെ ഒരു കൃപയുണ്ടായിരുന്നു. ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനാണെന്നറിയാവോ? ഒരാളുടെ കൂടെ ദൈവം വരുന്നത് അസൂയപ്പെടരുത്, നമുക്കൊക്കെ അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ദൈവമുള്ള ഒരുത്തനുണ്ടാകുകയാണെങ്കിൽ ആ നാടിന് മുഴുവൻ അത് അനുഗ്രഹമാണ്. നമ്മുടെ ഇടവകയിൽ ദൈവമുള്ള ഒരുത്തനുണ്ടെങ്കിൽ ആ ഇടവകയ്ക്ക് മുഴുവൻ പ്രാർത്ഥന അനുഗ്രഹം കിട്ടും. ഒരു നല്ല വൈദികനുണ്ടായാൽ. അതുകൊണ്ട് അസൂയപ്പെടരുത്, അവനെ കൊല്ലാൻ ശ്രമിക്കരുത്. ജോസഫിന് ഒരു പ്രത്യേക ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരുന്നു. ദൈവം കൊടുത്തതാണ്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ ദൈവം കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അനുഗ്രഹമായിരുന്നു ജോസഫ്, അവൻ്റെ അഭിഷേകം. അതിന് പകരം ഈ ചേട്ടന്മാരെന്ത് ചെയ്യാണ്? ജോസഫിനിട്ട് ഒരു തോണ്ട്. ജോസഫ് പറഞ്ഞു, ചേട്ടാ എന്തിനാ എൻ്റെ തലക്കെട്ട് ചൂണ്ടിയേ? കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പം ഈ ചേട്ടന്മാരെല്ലാം കൂടെ എൻ്റെ തലക്കെട്ട് ഞോടി. ഉടനെ അപ്പൻ ചെന്ന് ചോദിക്കും, എന്തിനാണ് ആ ജോസഫിനിട്ട് തോണ്ടിയത്? ഉടനെ ചേട്ടന്മാർ പറയും, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്, ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ നിനക്കിട്ട് തരാൻ കേട്ടോ. ഉടനെ കൊച്ചോടിച്ചെന്നിച്ച് പറഞ്ഞു, ആടിനെ മേയ്ക്കാൻ പോകുമ്പം അവരെന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ്. ആണല്ലേ, എന്നാൽ നീ പോകണ്ട. അങ്ങനെ ജോസഫിനെ അപ്പൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയതോടുകൂടി ചേട്ടന്മാർക്ക് കൂടുതൽ കാര്യം, നിനക്കിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ജോസഫിന് ഒരു സ്വപ്നം, രാത്രി കിടന്നപ്പോൾ സ്വപ്നം. എന്താണ്? കണ്ടത്തി കറ്റം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക, എല്ലാം നിലത്തിങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഉടനെ ജോസഫിൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. ഉടനെ മറ്റേ കറ്റകളും എല്ലാം എഴുന്നേറ്റ് നിന്നു. ജോസഫിൻ്റെ കറ്റയുടെ മുമ്പിൽ മറ്റ് കറ്റകളെല്ലാം എന്ത് ചെയ്തു? കുമ്പിട്ട് വണങ്ങി. ഉടനെ ചേട്ടന്മാർ പറഞ്ഞു, ഇവൻ എന്നാ പറഞ്ഞെന്നറിയോ? നമ്മളൊക്കെ ഇവനെ കുമ്പിട്ട് ആരാധിക്കുമെന്നല്ലേ, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ആ അസൂയയും ദേഷ്യവും ഒന്നുകൂടെ കൂടി, അവരുടെ ദേഷ്യവും അരിശവും ഒന്നുകൂടെ കൂടി, നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ഒരു ആടിനെ മേയ്ക്കാൻ പോയ കാലത്ത് തിരിച്ചു വരാതെ വന്നപ്പോൾ ജോസഫിനെ അന്വേഷിക്കാൻ വിട്ടതാണ്. പഴയ വൈരാഗ്യമെല്ലാം കൊണ്ട് വെച്ചിട്ട് ജോസഫിനെ പിടിച്ചിട്ട് അവൻ്റെ വസ്ത്രം വലിച്ചു കീറി അവനെ പൊട്ടക്കണ്ടിട്ടിലേക്ക് എടുത്തിട്ട്. ഉടനെ ചിലർ പറഞ്ഞാടാ, നമ്മളങ്ങനെ ചെയ്താൽ കുഴപ്പമാകും കേട്ടോ, നമ്മുടെ അനിയനല്ലേ, ഉപദ്രവിക്കണോ? ചിലർക്കുണ്ട് ശകലം അഭിഷേകം കിട്ടിയിട്ടുണ്ട്, കൊല്ലണോ? വേണ്ട, പൊട്ടക്കണ്ടി തള്ളിയിട്ടേര്. ഒരാടിനെ കൊന്നിട്ട് ബ്ലഡിനകത്ത് ഇത് മുക്കി, എന്നിട്ട് അപ്പൻ്റെ കൈ കൊണ്ട് കാണിച്ചത് ജോസഫ് ചത്തു. അങ്ങനൊന്നും ആരുടെയും മനസ്സിൽ നിന്ന് ആരെയും മായ്ക്കാൻ പറ്റുകയില്ല കേട്ടോ. ഒരു പരദൂഷണം കൊണ്ടും ആരുടെയും മനസ്സിൽ നിന്നും ആരെയും മായ്ക്കാൻ പറ്റുകയില്ല. ആരുടെയും നന്മകൾ എടുത്തു കളയാൻ സാധിക്കത്തില്ല പ്രിയമുള്ളവരെ. നമ്മൾ വിചാരിക്കുന്നതല്ല, ഫേസ്ബുക്കിലിട്ടാലോ വാട്സപ്പിലിട്ടാലോ ഒന്നും
ഒരാളുടെയും നന്മകൾ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് ഇതാണ്. ജോസഫിനെ പീഡിപ്പിച്ചു. നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരി ജോസഫുമാർ കാണും. ചിലപ്പം മരുമകൾ ജോസഫായിരിക്കും. മരുമകളെ ചവിട്ടാൻ തുടങ്ങുമ്പോൾ കുടുംബം തകരാൻ തുടങ്ങും. ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും ജോസഫ്, ചിലപ്പം ഭർത്താവായിരിക്കാം ജോസഫ്, ചിലപ്പം ഭർത്താവിൻ്റെ അനിയൻ ആയിരിക്കും ജോസഫ്, ചേട്ടനായിരിക്കാം ജോസഫ്. ആരാന്നുള്ളത് കണ്ടുപിടിക്കണം. ദൈവകൃപയുള്ള ഒരുത്തൻ കാണും, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവൻ, ജീവിതം കൊടുത്ത് നിശബ്ദനായി കുടുംബത്തെ പോറ്റിയവൻ, സഹോദരങ്ങളെ സ്വന്തം കാശ് ആരും അറിയാതെ ഭാര്യയുടെ മാലയെടുത്ത് പണയം വെച്ച് സഹായിച്ചവൻ. അങ്ങനെ അവസാനം ഗതികെട്ടവൻ ജോസഫ്. നമ്മുടെയൊക്കെ വീട്ടിലും കാണും, നമ്മുടെയൊക്കെ പള്ളിയിലും കാണും ഇങ്ങനത്തെ ജോസഫ്. ഒരു ജീവിതകാലത്തിൽ പല അവസരങ്ങളിലും സ്വന്തം സ്ഥലം പോലും പണയം വെച്ച് പള്ളിക്ക് വേണ്ടി ചിലപ്പോൾ പണം ഇല്ലാത്തപ്പം എടുത്ത് ഉപയോഗിച്ചവൻ കാണും. അമിത സ്വാതന്ത്ര്യമായി നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞപ്പം അവനെ ചവിട്ടി പുറത്താക്കി കാണും. അങ്ങനെ പള്ളി നശിക്കുന്ന പല പള്ളികളുമുണ്ട്. ചില പുരോഹിതന്മാർ, ദേവാലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത പുരോഹിതന്മാർ അവസാനം ചവിട്ടി പുറത്താക്കും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളോർക്കും നമ്മുടെ കുടുംബചരിത്രത്തിൽ ഇങ്ങനത്തെ പാർട്ടികളൊക്കെ ഉണ്ട്. അതുകൂടെ കുമ്പസാരിച്ചേക്കണം നിങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം ഷാർജയിൽ പോയി കഴിഞ്ഞപ്പം 3 ഫാമിലി എന്നെ കാണാൻ വന്നു. അപ്പോൾ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3-മത്തെ ഒരു ഫാമിലി അവർ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് രണ്ടാമത് തിരിച്ചു വന്നു. എന്തായിട്ട് എൻ്റെ ആങ്ങളെ ഒരു സുഖമാകുന്നില്ല, എന്താണെന്നറിയത്തില്ല. ആങ്ങളെ ഒരിടത്തിൽ പോയാലും രക്ഷപ്പെടുന്നില്ല. ഇവിടെയും കൊണ്ടു നിർത്തി, ഇവിടെയും രക്ഷപ്പെട്ടില്ല അവൻ. അപ്പം ഞാൻ വെറുതെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയ കാര്യം അവരോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ അച്ഛന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണോ പള്ളിയിൽ പോകുന്നത്? ഉടനെ പറഞ്ഞു, പള്ളിയുടെ തൊട്ട് താഴെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ അച്ചായന് കള്ളു കുടിച്ച് വെച്ചാൽ അച്ഛന്മാരെ തെറി പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ അച്ചായൻ്റെ ഹോബി. ഭക്തനാണ്, പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷേ ചുമ്മാ അച്ഛന്മാരെ തെറി പറയും. ഞാൻ ചോദിച്ചു, അങ്ങനെ സങ്കടപ്പെട്ട് പോയ അച്ഛൻ? ഒരച്ഛൻ ട്രാൻസ്ഫർ മേടിച്ച് പോയത് ഞങ്ങളുടെ അച്ചായൻ്റെ തെറി സഹിക്കാൻ മേലാതെയാണ്. ഞാൻ പറഞ്ഞ്, ആ അച്ഛൻ പോയപ്പോൾ ആരാ പോയെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ് പോയത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. നിങ്ങൾ മൂലം ആ അച്ഛൻ പോയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയെന്നർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ അപ്പനോട് പറയണം, ഇതിനെക്കുറിച്ച് ഓർത്തൊന്ന് പശ്ചാത്തലത്തിൽ വെച്ച് കുമ്പസാരിക്കാം. അപ്പം മകൻ ശരിയാവും. മകൻ്റെ മേൽ അഭിഷേകമില്ല, പരിശുദ്ധാത്മാവില്ല, അവൻ ഊടാടി നടക്കുക, പിശാച് അവൻ്റെ തലയിൽ കയറിയിരിക്കുക. കാരണം എന്താ? ഈ വൈദികൻ സങ്കടപ്പെട്ടു പോയിരിക്കുക. അപ്പം നമ്മൾ ഓർത്തോണം, ജോസഫ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഇവരെന്ത് ചെയ്തു? കിണറ്റിലിട്ടു. കിണറ്റിൽ നിന്ന് മിദിയാൻ കച്ചവടക്കാർക്ക് വിറ്റു. അവനെന്ത് ചെയ്തു? ഈജിപ്തിൽ ചെന്നു. ഇസ്രായേലിൻ്റെ അനുഗ്രഹം, നിധി ഈജിപ്തിൽ. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? കുരങ്ങിന് പൂമാല കിട്ടിയതുപോലെയാണ് അവർ ഹാൻഡിൽ ചെയ്തത്. അവനെ എന്ത് ചെയ്തു? പോത്തിപ്പേറിൻ്റെ ഭാര്യ കല്യാണം കഴിക്കാനായിട്ട് ചെന്നു. സായിപ്പല്ലേ, കല്യാണം കഴിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവനത് പറഞ്ഞു, ഞാൻ എൻ്റെ മേധാവിയെ, എൻ്റെ ഉദ്യോഗസ്ഥനെ, എൻ്റെ ഉന്നത തലത്തിലിരിക്കുന്നവരോട് ഞാൻ അവിശ്വസ്തത കാണിക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ദുരാരോപണം, സ്ത്രീപീഡനമാണ് ആരോപിച്ചത്. അവസാനം ജയിലിലായി. ജയിലിൽ കിടന്നാലും അറസ്റ്റ് ചെയ്താലും കിണറ്റിൽ കിടന്നാലും പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകില്ല. ചിലപ്പോൾ കിടക്കേണ്ടി വരും കണ്ടി, പക്ഷെ പേടിക്കണ്ട, ദൈവം കൂടെ ഉണ്ടായിരുന്നു. ജയിലിലും ദൈവം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ജയിലിൽ കിടന്ന് ചില സ്വപ്നങ്ങൾ കണ്ടു. അടുത്ത് കിടന്നിരുന്ന ഒരു കള്ളൻ, പുള്ളി രാത്രി ചാടി എഴുന്നേറ്റ്, ജോസഫേ എടാ ഒരു സ്വപ്നം കണ്ടറാ. എന്നാടാ സ്വപ്നം? ഇന്നതാണ്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ജോസഫ് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഇന്നതാണ്. ആണോ? ആശ്വാസമായി. അങ്ങനെ ജയിലിൽ ആളുകൾക്കെല്ലാം മനസ്സിലായി ഇവനൊരു പ്രത്യേകതയുണ്ട്, സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിനൊരു സ്വപ്നം. എന്താ സ്വപ്നം? ഇതാ കുറേ കാള വേറെ കാളയെ വിഴുങ്ങുന്നു. അതിനാ ഈ കാളയെ വിഴുങ്ങും. സിംഹമാണെ കാളയെ വിഴുങ്ങും. പറവൻ രാവിലെ എഴുന്നേറ്റിട്ട് സിംഹം കാളയെ വിഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്, ഒരു കാള വേറെ കാളയെ വിഴുങ്ങുന്നു. എന്നാ സംഭവം? അവിടെയുള്ള സകല ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിതിന് വ്യാഖ്യാനം തരണം. ഇതാ കാള വേറെ കാളയെ വിഴുങ്ങുന്നു. 7 കാള ഇങ്ങോട്ട് കയറി വന്നു, മറ്റേ 7 കാളയെ വിഴുങ്ങി. എന്നതാ? അവർ പറഞ്ഞത് എന്നാ ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാളയെ വിഴുങ്ങുമോ? എൻ്റെ രാജാവ് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കൊന്നുകളയും ഞാൻ, മര്യാദയ്ക്ക് വ്യാഖ്യാനം പറയടാ. അപ്പം പിന്നെ കള്ള വ്യാഖ്യാനം വല്ലതും പറയണ്ടേ? അവരൊക്കെ പറഞ്ഞതൊന്നും രാജാവിന് അത്ര അങ്ങോട്ട് ബോധിച്ചില്ല. ഉടനെ ഒരാൾ പറഞ്ഞു, ജയിലിലൊരു ജോസഫ് കിടപ്പുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്നെ സ്വപ്നം കിട്ടിയാലും കയറി പറയും. എന്നാ വിളിച്ചോണ്ട് പോവാ പറഞ്ഞു. 7
കാള അങ്ങോട്ട് കയറി വന്നു. മറ്റേ 7 കാള, മെലിഞ്ഞ കാള, വലിയ മിടുക്കൻ കാള എല്ലാം കൂടെ ഇങ്ങോട്ട് വിഴുങ്ങി. ജോസഫ് പറഞ്ഞു, ഇതാ ക്ഷാമം വരാൻ പോകുന്നു 7 വർഷം. അതിനു മുമ്പ് 7 വർഷം സമൃദ്ധിയുടെ 7 വർഷമുണ്ട്. സമൃദ്ധിയുടെ കാലത്ത് നിങ്ങൾ ധാന്യങ്ങൾ ശേഖരിച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഈ ക്ഷാമത്തിൽ ഈജിപ്റ്റ് നശിക്കും, നമ്മൾ പട്ടിണിയിലാകും, ദേശം മുഴുവൻ നശിക്കും. രാജാവ് ജോസഫിനെ ബഹുമാനിച്ചു. രാജാവ് പറഞ്ഞു, ഈ ജോസഫിനെ തന്നെ കളപ്പുരകളുണ്ടാക്കി ധാന്യം ശേഖരിക്കുന്നതിൻ്റെ അധിപനാക്ക്. കണ്ടോ, ജോസഫിനെ ദൈവം ഉയർത്തി. സത്യത്തിൽ ഈ ദർശനം ഉണ്ടാകേണ്ടതും ഇത് വ്യാഖ്യാനിക്കേണ്ടത് എവിടെയാ? ഇസ്രായേലിലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ കളപ്പുര ആരുണ്ടാക്കിയേനെ? ഇസ്രായേൽക്കാരുണ്ടാക്കിയേനെ. ഇസ്രായേൽക്കാർ കളപ്പുര ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈജിപ്തുകാരെന്ത് ചെയ്തേനെ? ധാന്യം മേടിക്കാൻ ഇസ്രായേലിൻ്റെ അടുത്ത് വന്നേനെ, ആ ദേശം മുഴുവൻ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, ആ ദൈവമാണ് ഞങ്ങളോട് ഈ ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സകല വിഗ്രഹാരാധകരും ഭൂമുഖത്തുള്ളവർ, ആ പ്രദേശത്തുള്ളവർ സത്യദൈവത്തെ അറിയുമായിരുന്നു. അതിന് പകരം വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പകയും മൂലം ജോസഫിനെ പീഡിപ്പിച്ചതുകൊണ്ട് അനുഗ്രഹം ഈജിപ്തുകാർക്ക് കിട്ടി. അതുകൊണ്ടുണ്ടായ ദോഷം എന്താ? ഈജിപ്തുകാർക്ക് ധാന്യമുണ്ടായിരുന്നു, ഇസ്രായേൽക്കാരന് ധാന്യമില്ലാതെ വന്നു. അങ്ങനെയാണ് ഇസ്രായേലിൽ ക്ഷാമം ഉണ്ടായത്. അപ്പം നമ്മുടെ സഭാജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണെന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് ഏതൊക്കെയോ ജോസഫിനെ, ബുദ്ധി ഉപദേശിച്ചവനെ, ജ്ഞാനമുണ്ടായിരുന്നവരെ നമ്മൾ തീരെ അങ്ങ് അവഗണിച്ചതിൻ്റെ ദുരന്തം. ജ്ഞാനം ഉപദേശിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന രീതിയുണ്ട്, അതിൻ്റെ ദുരന്തം. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ഇസ്രായേൽ അങ്ങനെ ഈജിപ്തിൻ്റെ അടിമത്തത്തിലായി. അവസാനം ദൈവം വീണ്ടും സ്വരമുയർത്തി. മോശ വഴി ഒരു സ്വരം കേട്ടു. ആ സ്വരം ആരാ? ദൈവം. അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായത്. വചനം എന്ന് പറഞ്ഞാൽ ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വരം, ശബ്ദം, ഒച്ച. അപ്പോൾ ആദിയിൽ ഈ ശബ്ദമുണ്ടായിരുന്നു, സ്വരമുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു. ആ വചനം, ആ സ്വരം ദൈവത്തോടു കൂടിയായിരുന്നു. ആ സ്വരം ദൈവമായിരുന്നു. ആ സ്വരമാണ് അബ്രഹാമിനോട് സംസാരിച്ചത്. അബ്രഹാം അക്ഷരം പ്രതി അനുസരിച്ചു. അബ്രഹാമും അബ്രഹാമിൻ്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടു. മോശ ആ സ്വരം കേട്ടു, ആ സ്വരത്തോട് പ്രതികരിച്ചു. ഇസ്രായേലിനെ മോചിപ്പിച്ച് കനാനിലേക്ക് കൊണ്ടുവരാൻ അവന് സാധിച്ചു. പ്രവാചകന്മാർ ഈ സ്വരമുയർത്തി. പ്രവാചകന്മാരുടെ സ്വരം കേട്ടു, കേട്ട സ്വരമനുസരിച്ച് പ്രതികരിച്ചു. സ്വീകരിച്ചവർ അനുഗ്രഹിക്കപ്പെട്ടു, അല്ലാത്തവർ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോഴിതാ ആ സ്വരം ഒരു വചനം മാംസം ധരിച്ച് മനുഷ്യനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അതാണ് യേശു. ഇനിയൊരു വെളിപാടില്ല. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വെളിപാടാണ് മനുഷ്യനായി ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ മനുഷ്യൻ ഒരപ്പമായി മാറി. അതാണ് ലോകത്തിലെ ഇന്ന് കാണാവുന്ന ഏറ്റവും വലിയ വെളിപാട്. മാംസമായി തീർന്ന വചനമാണ്, വിശുദ്ധ കുർബാനയായി തീർന്ന വചനമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെട്ട് അത് ജീവിതമായി മാറുന്ന ഒരു ക്രിസ്ത്യാനി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും, വരാനിരിക്കുന്ന ലോകത്തിലും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന, സുവിശേഷത്തിൽ മാംസം ധരിച്ച് മനുഷ്യനായി നടക്കുന്ന ക്രിസ്തുവിനെ, അവൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് ഏതു മനുഷ്യൻ ഈ ഭൂമിയിൽ രക്ഷപ്പെടാൻ സാധിക്കും? അതൊരു കവാടമാണ്, രക്ഷയ്ക്കുള്ള കവാടം. വെട്ടി വീഴ്ത്തപ്പെട്ട ഈ പിശാചിൻ്റെ അടുത്തേക്ക് വെട്ടി വീഴ്ത്തപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം യേശുവാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശുവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ യേശു എന്ന നാമത്തിൻ്റെ കീഴിൽ 2000 വർഷം ജീവിച്ചത്. നമ്മളിന്ന് ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ വാക്കുകളെ
സുവിശേഷത്തെ കൈവിട്ടുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമാണ്. ഒരു വ്യാമോഹം മാത്രമാണ്. ഒരു ക്രൈസ്തവ സമൂഹത്തിനും ഒരു ക്രൈസ്തവ കുടുംബത്തിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു ക്രൈസ്തവ സഭയ്ക്കും ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവില്ല, തകരും. അതുകൊണ്ടാണ് ഭൂമുഖത്ത് ക്രൈസ്തവ സഭകൾ ഓരോ സ്ഥലങ്ങളിലും തകരാനിടയായി തീർന്നത്. ഓരോ സ്ഥലങ്ങളിലും തകർന്നിട്ടുണ്ട്. കൂറ്റൻ ദേവാലയങ്ങൾ. ഇന്നിവിടെ ദേവാലയത്തിന് വേണ്ടി കടിപിടിയല്ലേ. ഏലിപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ടൊരു പള്ളിയുണ്ട് UK-യിൽ. അവിടെ 8 പൗണ്ടാണ് ഒരാൾക്ക് പ്രവേശന ഫീസ്. അപ്പോൾ 8 പൗണ്ട് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. അപ്പം അത്രയും ഫീസ് കൊടുത്ത് കയറണമെന്നൊക്കെ ഞാൻ ചോദിച്ചു. എന്നാലും പോയേക്കാം, പള്ളിയല്ലേ, കാണാം. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് സൗജന്യമാണ് അന്നത്തെ പ്രവേശനം. ഞാൻ ചോദിച്ചാൽ എന്നാൽ ഇന്ന് മാത്രം സൗജന്യം? അന്നേരം പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. എക്സിബിഷൻ്റെ ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് കാണാം, നാളെ തൊട്ടാണെങ്കിൽ വാങ്ങിക്കാനും പറ്റും. സാധനങ്ങളൊക്കെ വേണേൽ മേടിച്ചുകൊണ്ട് പോകാം പള്ളിക്കകത്ത്. അപ്പം ഞാൻ ഓർത്തത് പള്ളിയും കാണാം എക്സിബിഷനും കാണാം. ഇതിൻ്റെ ഒരു 50 ഇരട്ടി വലിപ്പമുണ്ട് ആ പള്ളിക്ക്. ഒരു പള്ളിക്കകത്ത് തന്നെ 3-4 പള്ളിയുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ പള്ളികളുടെ പ്രത്യേകത. ഒരു പള്ളി, അതിൻ്റെ സൈഡിൽ മാതാവിൻ്റെ പള്ളി, ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ത്രോണോസ് പോലെ, അപ്പുറത്തെ സൈഡിൽ വേറൊരു പള്ളി, ഇതിന് അണ്ടർഗ്രൗണ്ട് വേറെ ചെറിയ പള്ളി. അങ്ങനത്തെ മൊത്തം ഒരു 5-8-10 പള്ളി ഒരു പള്ളിക്കകത്ത് കാണും. ഞാൻ കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇതാ ജീൻസ്, ഷർട്ട്, ടീഷർട്ട്, പിന്നെ ഏറ്റവും ഒത്ത നടുക്കി ആൾത്താരയുടെ ഫ്രണ്ടിലത്തെ മേശയ്ക്കകത്ത് മദ്യം. കച്ചവട, ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. ഞായറാഴ്ച ക്രിസ്ത്യാനികൾ ആർക്കെങ്കിലും പള്ളി വേണമെങ്കിൽ വാടകയ്ക്ക് കിട്ടും. ഇട ദിവസങ്ങളിൽ എക്സിബിഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികൾ ഈ പരുവത്തിനായത് എങ്ങനെയാണെന്നറിയോ? ദൈവമില്ലാത്തവരായതുകൊണ്ട്. ഈ പരുവത്തിന് പോയാൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ രാജ്യത്തെക്കാളും, അവർ പിന്നെ യൂറോപ്യന്മാരും മാന്യന്മാരാണല്ലോ, അത്രയും പോലും മാന്യതയില്ലാത്ത രീതിയിൽ നമ്മുടെയൊക്കെ ശവാടൊക്കെ നടക്കേണ്ടി വരും. ഇപ്പോഴുള്ള അമ്മച്ചിമാരൊക്കെ ഭാഗ്യമുള്ളവരാണ്. കാരണം ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നല്ല രീതിയിലൊക്കെ നടത്താം. നിങ്ങൾ ചെറുപ്പക്കാരോർത്തോണം, നിങ്ങളുടെ ശവാടൊക്കെ വളരെ മോശമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേ പ്രാർത്ഥിച്ചോണം. നിങ്ങൾ പ്രായമായി അമ്മച്ചിയായി നിങ്ങളുടെ ശവാടക്കന് മക്കൾ എന്ന് സൂട്ടിട്ട് പറയാം, അച്ചായനെ വെച്ചേരും, ഞാൻ 6 മാസം കഴിഞ്ഞ് അടക്കാം എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് പോയി. ഞങ്ങൾക്ക് സമയമില്ലെന്ന്. ഞാൻ ജർമ്മനിയിലാണ്, വരണം, എടുത്തു വച്ചേര്, സമയം ഒപ്പിച്ച് വരാം. അങ്ങനെ ഒരു ഡേറ്റൊക്കെ നിശ്ചയിച്ച്, പെരുന്നാൾ നടത്തുന്ന പോലെയാണ്, ഡേറ്റൊക്കെ നിശ്ചയിച്ചിട്ട് അന്നങ്ങ് നടത്തും. അതാണ് കാലം. ഉറപ്പായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ കാറ്റനുസരിച്ച്, ഇപ്പോഴത്തെ ഈ പോക്കനുസരിച്ച് ക്രൈസ്തവ സഭ വളരെ വലിയ പ്രതിസന്ധി നേരിടും. പ്രിയമുള്ളവർ, പറയുന്നതിനകത്ത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഈ പോക്ക് വളരെ 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 വലിയ പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പച്ചക്കങ്ങ് പറയുന്നത്. ഇത് ബോധ്യപ്പെട്ടുകൊണ്ട് ഭയത്തോടു കൂടി നമുക്കായിരിക്കാം. ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന സകല തിന്മകൾക്കും എതിരായി ദൈവം വിധി പ്രസ്താവിക്കും. ആ തിന്മ ചെയ്യുന്നവനെ നരകത്തിലേക്കും നന്മ ചെയ്യുന്നവനെ സ്വർഗത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ക്രിസ്ത്യാനിയുടെ കാത്തിരിപ്പ്. അതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. അതോടൊപ്പം നമുക്ക് നമ്മുടെ സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം. അബ്രഹാമിനെ വിളിച്ച ദൈവം, മോശയുടെ പിന്നാലെ കൂടിയ ദൈവം, ഏകാന്തതയിൽ ഒറ്റപ്പെടലിൽ സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവം, അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സ്വരമുയർത്തുന്ന ദൈവം, ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നിൻ്റെ വിളി വളരെ പരിശുദ്ധമാണ്. നിൻ്റെ കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് നിൻ്റെ ജീവിതം നന്നായി നീ നടത്തണം എന്നൊക്കെ നമ്മളെ ഉത്ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഇതാ നമ്മുടെ മേൽ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവൻ ഈ ദേവാലയത്തിലുണ്ട്, നമ്മുടെ മധ്യത്തിൽ, ഞങ്ങളുടെ പിന്നിൽ അവനുണ്ട്. ഒരു കൂദാശയ്ക്ക് പിന്നിൽ, ഒരു പൗരോഹിത്യത്തിന് പിന്നിൽ ദൈവമില്ലെങ്കിൽ ഒരു പുരോഹിതനും ഒരിക്കലും ആന്തരിക ധൈര്യത്തോടെ ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് ദേവാലയത്തിൽ ദൈവമുണ്ട്, വസിക്കുന്നു. ദൈവമേ, ഈ ബോധ്യത്തോടുകൂടി അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന, മക്കളെപ്പോലെ ഞങ്ങൾ വിളിക്കുന്നു, ദൂർത്തരായ മക്കളെപ്പോലെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.